നമസ്കാരം, എല്ലാവർക്കും എറ്റേണൽ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്നാക്കായിട്ടുള്ള പഴംപൊരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് രണ്ട് സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്ക് നല്ല അടിപൊളി പഴംപൊരികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനിവിടെ മീഡിയം സൈസായിട്ടുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ 2ആയി കട്ട് ചെയ്തിട്ട് പിന്നെ ഓരോ പീസും 3 ആക്കാൻ പോവുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 2 ഏലക്കായ ഞാൻ പൊടിച്ചിടുകയാണ്. ഇത് ഒരു ഫ്ലേവർ ഒന്ന് കൂട്ടും, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. എനിക്ക് 1 കപ്പിലേക്ക് ഒരു 1/4 കപ്പിൽ കൂടുതലായിട്ടാണ് വെള്ളം വേണ്ടി വന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിക്കി പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ വിസ്കിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ ബാറ്റർ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ പഴംപൊരി നന്നായിട്ട് പൊങ്ങി വരിക. ഈ സ്റ്റെപ്പ് മറക്കരുത്. ഇങ്ങനെ ഒരു വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ചെയ്താലും മതി. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പുളി കുറവുള്ള ദോശമാവ് ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂണോളം ഈ സമയത്തിടാം. ഞാനതൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ദോശമാവും നമ്മുടെ പഴംപൊരി നന്നായി പൊങ്ങി വരാൻ സഹായിക്കുന്ന ഒരു ഏജൻറ്റാണ്. ഇനി നമുക്കൊരു പഴം ഇതിലൊന്ന് മുക്കിയെടുത്ത് നോക്കാം. ഇത് നന്നായിട്ട് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ് ആണ്. ഞാനിത് നല്ല ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് 1 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണയാണ് നമ്മുടെ നാടൻ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മുടെ പഴം ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാതെ ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി നന്നായി പൊങ്ങി വരത്തില്ല. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഇതിലടുത്തുള്ള സൈഡിലുമൊക്കെയുള്ള എണ്ണ ഈ പഴത്തിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മേൽഭാഗം പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. അത് നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത്. ഈ പഴംപൊരി ഏകദേശം ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി പഴംപൊരിയാണ്. അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ വിസ്ക് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ബാറ്റർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് എയർ ബബിൾസ് കയറ്റണം. 2, നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. 3, നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് അതിലുള്ള സൈഡിലുള്ള എണ്ണയൊക്കെ മേലേക്ക് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. എന്നാൽ നമ്മൾ പഴംപൊരി നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ പഴംപൊരികൾ മുഴുവൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാം. ഉള്ളിലൊക്കെ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പഴംപൊരി ട്രൈ ചെയ്ത് നോക്കണം. ഈ 1-2 ടെക്നിക്ക് ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പം ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമസ്കാരം.